സോണ്ട് ഓപ്പണിംഗ് സീനില് ഇപ്പൊ റെയിൻ വില്ലേജ് കാണിക്കും. അവിടെയാണെങ്കിൽ ഹോക്കി ടീം അവരെന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുകയാണ്. അപ്പോഴായിരിക്കും സായിയും സാസുകയും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. ഉടനെ ആ ഹോക്കി ടീമിലുള്ള ഒരാൾ പറയും, നമ്മൾ അന്വേഷിച്ചത് അവിടെയുണ്ട്. മാസ്റ്റേഴ്സ് പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് കാറയുടെ ഓർഗനൈസേഷൻ അത് ഉറപ്പായിട്ടും അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കാണെങ്കിൽ അവിടേക്ക് പോകാൻ കഴിയില്ല. ഒരു ടണൽ വഴി വേണം അവിടേക്ക് പോവാൻ. അവിടെയാണെങ്കിൽ ഇപ്പൊ ഒരു ടോക്സിക് ഗ്യാസ് റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുവഴി ഇപ്പൊ ആരെയും കടത്തിവിടാറില്ല. പക്ഷെ അവിടേക്ക് പോവാൻ ഒരു സ്പെഷ്യൽ പാത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു മാപ്പ് അവരിപ്പോ സായിയുടെ കയ്യിൽ ഏൽപ്പിക്കും. സായി ആണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, നിങ്ങൾ ശരിക്കും അടിപൊളിയാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഗ്രാമത്തിലേക്ക് പോയി ഈ കാര്യം അത് അൻപു ബ്ലാക്ക് ഓപ്സിനെ അവരെ അറിയിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാസുകയും സായും അവർ രണ്ടുപേരും ഇപ്പൊ മാപ്പൊക്കെ ഉപയോഗിച്ച് ഓരോ ഭാഗത്തൂടെ കയറി അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തും. അപ്പൊ ദൂരത്താരോ അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് ഇപ്പൊ സാസുകയ്ക്ക് പിടികിട്ടും. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ വലിയൊരു ബോംബ് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മുൻപിൽ അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അടുത്ത നിമിഷം സായും സാസുകയും അവർ രണ്ടുപേരും ചേർന്ന് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ കെട്ടിയിടുകയാണ്. ഉടനെ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളല്ലേ എന്റെ സിസ്റ്ററിനെ ഇല്ലാതാക്കിയത്. സായി ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. നീ എന്തായി പറയണേ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് പോലും. നിന്നെയോ നിന്റെ സിസ്റ്ററിനെയോ ഞങ്ങൾക്കറിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് വരും. അവൻ പറയും, ഞങ്ങൾ 4th നിഞ്ച വാറിൽ ഒറ്റപ്പെട്ടു പോയ 4 പേരാണ്. ഞങ്ങൾക്ക് അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ അറിയില്ലായിരുന്നു. ഈ ഗ്രാൻഡ് പേ ആണ് അന്നു മുതൽ ഞങ്ങളെ എടുത്തു വളർത്തിയത്. ഉടനെ സായി ചോദിക്കും, ആ കാറ ഓർഗനൈസേഷൻ അവരാണോ നിന്റെ ഫ്രണ്ട്സിനെ അവരെ കൊന്നത്? അതിനവൻ പറയും, അവരാരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ ആ ഹൈഡ് ഔട്ടിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ എന്തോ ഒരു സിമ്പിള് അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവനൊരു ഫ്ലാഷ് ബാക്ക് പറയും. ഫ്ലാഷ് ബാക്കിൽ അവനും അവന്റെ ഫ്രണ്ട്സും അവരാണെങ്കിൽ ആ ഹൈഡ് ഔട്ടിലേക്ക് ആരൊക്കെയോ വന്നു മനസ്സിലാക്കി അവരെ ഫോളോ ചെയ്ത് അവരുടെ തൊട്ട് പിന്നാലെ പോവും. ഉടനെ ആ കാറ ടീം അവരാണെങ്കിൽ ഇവരെ കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് അവരെ പിടിക്കാൻ അവരുടെ പിന്നാലെ ഓടും. അതേസമയം ഏതോ ഒരു പോയിസൺ ഗ്യാസ് അതവിടെ സ്പ്രെഡ് ആവാനായിട്ട് ആരംഭിക്കും. അവൻ മാത്രം രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും ആ ഒരു ബിൽഡിങ് അത് അപ്പാടെ ഇടിഞ്ഞു വീണ് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും അതിന്റെ അകത്ത് കുടുങ്ങിപ്പോവും. അവൻ മാത്രമായിരിക്കും രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവുക. കട്ട് ചെയ്ത അവൻ പറയും, എനിക്ക് ആക്ച്വലി ആ ടീമിനോടല്ല ദേഷ്യം, ആ ഗ്രാമത്തിലുള്ളവരോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയത്. കാരണം അവരാരും ഞങ്ങളെ സഹായിച്ചിരുന്നില്ല. ഉടനെ സായി ആണെങ്കിൽ അവനോട് സോറി ചോദിച്ച് ആ ഒരു ഹൈഡ് ഔട്ട് അതെവിടെയാണെന്ന് കാണിച്ചു തരാമോ ചോദിക്കും. ഉടനെ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെയും കൂട്ടി ആ ഒരു ഹൈഡ് ഔട്ടിലേക്ക് പോവാണ്. കുറച്ച് മുൻപിലേക്ക് പോകുമ്പോൾ ദൂരത്തായിട്ടൊരു ഗുഹ കാണും. അവൻ ആ ഒരു ഗുഹയിലേക്ക് ഒരു എലിയെ റിലീസ് ചെയ്ത് വിടുകയാണ്. അത് അല്പദൂരം അകത്തേക്ക് പോകും. അതിനുശേഷം അതിന്റെ കരച്ചിൽ കേൾക്കില്ല. പറയും, ഇവിടെ മുഴുവൻ ആ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആയിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ പോയില്ലെങ്കിൽ നമുക്കും ആ എലിയുടെ ഗതിയാവുമെന്ന് പറഞ്ഞ് അവനിപ്പോ മറ്റൊരു വഴിയിലൂടെ ആ ഹൈഡ് ഔട്ടിലേക്ക് നമ്മുടെ ആൾക്കാരെ എത്തിക്കും. സാസുകയാണെങ്കിൽ ആ ഗുഹയുടെ മുൻപിലുണ്ടായിരുന്ന വലിയൊരു കല്ല് അതങ്ങനെ തകർത്ത് കളയും. അടുത്ത സെക്കൻഡ് അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ വിളിച്ച് സ്റ്റെപ്സ് വഴി ഇപ്പൊ ഉഷാറായിട്ട് താഴേക്ക് ഇറങ്ങി ഓടും. അതിന് പിന്നാലെ തന്നെ സായും സാസുകയും അവന്റെ പേര് വിളിച്ച് പുറകെ ഓടി വരികയാണ്. അല്പദൂരം അവർ മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും അവനങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കാണുക. അവരവന്റെ അടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും അവനവിടെ ഇൻവിസിബിൾ ആവുകയാണ്. ആക്ച്വലി അതൊരു ക്ലോൺ ജിപ്സുമാണ്. അവിടെ മുഴുവനും ഇപ്പൊ നല്ല രീതിയിൽ ആ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആവും. ആക്ച്വലി അവൻ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആൾക്കാരെ ട്രാപ്പ് ചെയ്യായിരുന്നു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ആ ഒരു പോയിസൺ ഗ്യാസ് അത് ശ്വസിച്ച് വായിലൂടെ ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ആ പയ്യൻ കറാച്ചി അവനാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരിക. അവൻ ചിരിക്കും, നിങ്ങളെപ്പോലെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ്, അവരും ചോര തുപ്പി ഛർദിച്ചത്. ആക്ച്വലി ഞാനാണ് ആ ഗ്യാസ് ഓപ്പൺ ചെയ്ത് അവരെ കൊന്നത്. ഉടനെ സായിയും സാസുകയും അവർ രണ്ടുപേര് രക്തം ഛർദിച്ച് താഴേക്ക് വീഴും. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സാസുകയും സായിയും അവർ രണ്ടുപേരും ഒരു പോറൽ പോലും പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ സായി പറയും, തുടക്കം മുതലേ നിന്റെ മൂവ്മെന്റ്സ് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരുന്നു. ഞങ്ങളുടെ 2 ക്ലൗൺസിനെയാണ് നിന്റെ പുറകെ ഞങ്ങൾ അയച്ചത്. സത്യം പറയും, നിനക്കും കാറയ്ക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്താ കണക്ഷൻ? അത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ അവിടുന്ന് ഓടാൻ തുടങ്ങും. സാസുകയാണെങ്കിൽ ഒരു കത്തി എടുത്തെറിഞ്ഞ് അവരെ താഴെ വീഴ്ത്തും. ഉടനെ അവൻ ആ കത്തി കയ്യിലെടുത്ത്, ഒരു കാരണവശാലും കാറെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല, നിങ്ങൾക്ക് എന്നിലൂടെ അവനിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ ആ കത്തിയെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കി
മരിച്ചു പോവാണ്. അപ്പോഴാണെങ്കിൽ ആ ബിൽഡിങ് അതങ്ങനെ ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങും. ഉടനെ സായ് അവൻ സൂപ്പർ ബീസ്റ്റ് സ്ക്രോൾ ഉപയോഗിച്ച് ഒരു ബേർഡിനെ ക്രിയേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഇപ്പൊ അതിന്റെ മുകളിൽ കയറി പറന്നു പോവാണ്. അവർ പുറത്തേക്കെത്തി അടുത്ത സെക്കൻഡ് തന്നെ ആ റെയിൻ വില്ലേജ് മുഴുവനായിട്ടും തകർന്ന് താഴെ വീഴുകയാണ്. അതിനുശേഷം സായും സാസുകയും അവർ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നറൂട്ടോയായിട്ട് ഷെയർ ചെയ്യും. നടന്ന സംഭവങ്ങളെല്ലാം കേട്ട് ഇപ്പൊ നറൂട്ടോ ഷോക്കാവും. റിസർച്ച് ടീമിലേക്ക് ഞാൻ വീണ്ടും ഡോക്ടർ കട്ടാസ്കയെ തിരികെ വിളിക്കാൻ പോവാണ്. ഡോക്ടർ വന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ പ്രോസസ്സും കുറച്ചുകൂടെ സ്പീഡപ്പ് ആവും. കട്ട് ചെയ്താ ഇപ്പൊ കാറ ടീമിനെ കാണിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാസുകയാണെങ്കിൽ ബൊറൂട്ടോയ്ക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ബൊറൂട്ടോ ഒരു ഷുരിങ്ങിനെടുത്ത് വലിയൊരു പാറയിലേക്ക് വലിച്ചെറിയും. പക്ഷെ സാസുക പറഞ്ഞതുപോലെ ആ പാറയെ അതിനെ പിളർക്കാനായിട്ട് ഇപ്പൊ ബൊറൂട്ടോയെ കൊണ്ട് സാധിക്കില്ല. ബൊറൂട്ടോ ഉടനെ അവന്റെ കയ്യിലുള്ള സിമ്പല് ഇപ്പൊ സാസുകയ്ക്ക് കാണിച്ചു കൊടുക്കും. മാസ്റ്റർ, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു ഗ്യാങ്ങിന്റെ സിമ്പൽ അത് സത്യത്തില് ഈ ഒരു സിമ്പൽ അല്ലേ? നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ അത് ലഭിച്ചോ? അതിന് സാസുക പറയും, നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ബോധരാവേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ നിന്റെ ഡ്യൂട്ടി അത് മര്യാദയ്ക്ക് ട്രെയിനിങ് എടുത്ത് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. അതിൽ മാത്രമേ നീ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു മാർക്ക് അത് മറയ്ക്കാനായിട്ട് ഒരു ഗ്ലൗസ് ഇപ്പൊ മാസ്റ്റർ കൊടുക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോ ടീമിന് ഇപ്പൊ പുതിയൊരു മിഷൻ കിട്ടിയിരിക്കുകയാണ്. കാണാതെ പോയ ഒരാളെ കണ്ടെത്തുക എന്നതാണ് അവരുടെ പുതിയ മിഷൻ. ഉടനെ കൊനോമാരു ആണെങ്കിൽ അവന്റെ ഫ്രണ്ട് മൊജീനോയെ കണ്ട് ഒരുപാട് ഹാപ്പിയായി അവനെയും കൂട്ടി ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവരോടെല്ലാവരോടും ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുപാട് കാലം ഒന്നിച്ചുണ്ടായിരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അവരെല്ലാവരും ഒരു ടീമായി മാറി ആ മിഷന് വേണ്ടി പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഒരുപാട് നേരം ഓടി ഓടി അവരാണെങ്കിൽ ഇപ്പൊ ചെറിയൊരു ബോട്ട് എടുത്ത് തുഴഞ്ഞു പോവാണ്. ഉടനെ കൊനാമാരുവിന്റെ ഫ്രണ്ട് അവൻ ആരാണ്, എന്താണ്, ഇത്രയും നാളും അവൻ എന്ത് ചെയ്യായിരുന്നു, അങ്ങനെയുള്ള അവന്റെ മുഴുവൻ സ്റ്റോറിയും ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ സ്റ്റോറി കേൾക്കുമ്പോൾ അവനെ കുറച്ച് ഇഷ്ടമാവും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു ക്യാഷ്വലായിട്ട് സംസാരിച്ചും അവരുടെ യാത്ര അതങ്ങനെ നീണ്ടുപോകും. നൈറ്റ് ആവുമ്പോ തോണി അടുപ്പിച്ച് കാടിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് വന്ന് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അവരിപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കൊനോമാരും അവന്റെ ഫ്രണ്ട് മുജീനോവും അവരാണെങ്കിൽ ഇപ്പൊ നേരത്തെ എഴുന്നേറ്റ് യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി എല്ലാവരെയും വിളിച്ച് അവരുടെ യാത്ര തുടരും. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് അവർ ഓൾമോസ്റ്റ് ആ വില്ലേജിന്റെ തൊട്ടടുത്തെത്തി. അപ്പൊ മിയാന്ന് പേരുള്ള ലേഡി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വെൽക്കം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഉടനെ അവളാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ അതെടുത്ത് നമ്മുടെ ആൾക്കാരെ കാണിക്കും. ഇവിടെ ഒരു മെഡിക്കൽ റിസർച്ച് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തകർന്നു പോയി. ആ ഒരു തകർച്ചയിൽ എന്റെ ഹസ്ബൻഡും കൊല്ലപ്പെട്ടു. അദ്ദേഹം ചെയ്തിരുന്ന റിസർച്ചുകൾ അതെന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അനിമൽസ്, ബേർഡ്സ്, അതുപോലെ തന്നെ സസ്യങ്ങള്, ഇതിനെയൊക്കെ അദ്ദേഹം റിസർച്ച് ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാ മാസവും കറക്റ്റായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നതാണ്. പക്ഷെ അവസാനത്തെ മാസം ആ മാസം മാത്രം അദ്ദേഹം എന്നെ തേടി വന്നില്ല. പക്ഷെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു നേരിയ വിശ്വാസമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്ന്. അദ്ദേഹത്തെ കണ്ടുപിടിക്കാനാണ് ഞാൻ നിങ്ങളെ ലെറ്റർ അയച്ചു വരുത്തിയത്. പ്ലീസ് ദയവ് ചെയ്ത് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കണം. റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ആ കമ്പനി അത് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ ബൊറൂട്ടോയും ടീമും ആണെങ്കിൽ അവളെയും കൂട്ടി ആ കമ്പനിയിലേക്ക് ഡയറക്റ്റ് വരും. അപ്പൊ ദൂരത്തായിട്ട് ആ റിസർച്ച് സെന്ററിന്റെ ഓണറിന്റെ ഒരു ഫോട്ടോ അവർ കാണും. ഉടനെ മിയ ആണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു ലാബ് അതെവിടെയാണെന്ന് ചോദിക്കും. പക്ഷെ അവളാണെങ്കിൽ അതെവിടെയാണെന്ന് പറയാൻ തയ്യാറാവില്ല. കറക്റ്റ് ടൈം മേടിച്ചുക അവനിപ്പോ അവന്റെ സ്നേക്കിനെ ഇറക്കി വിട്ട് ആ ലൊക്കേഷൻ മനസ്സിലാക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവരെന്തൊക്കെയോ കാര്യമായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. അവരിപ്പോ അവളെയും കൂട്ടി പുറത്തേക്ക് വരും. ഇതായിരിക്കും മേടിച്ചുക അവൻ കണ്ടുപിടിച്ച ആ ലൊക്കേഷനെ കുറിച്ച് പറയാ. അവള് പറയും, ആ സ്ഥലത്തെ കുറിച്ച് എനിക്കും അറിയാം, ഒരല്പം ദൂരെയാണ്, എങ്കിലും 2 ദിവസം കൊണ്ട് നമുക്ക് അവിടേക്ക് എത്താനായിട്ട് കഴിയും. അപ്പൊ ദൂരത്തായിട്ട് ഏതോ ഒരു ഷിനോബി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ വാച്ച് ചെയ്യാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഉടനെ ആ മാപ്പൊക്കെ മനസ്സിലാക്കി ആ സ്ഥലത്തേക്ക് എത്തും. അപ്പോഴേക്കും ഒരു വില്ലൻ കൂട്ടം തന്നെ നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്യും. അപ്പോഴായിരിക്കും ആ കമ്പനി പ്രസിഡന്റ് വിക്ടർ ആളങ്ങനെ നടന്നു വരിക. ആളെ കണ്ട് നമ്മുടെ ആൾക്കാരൊന്ന് ഞെട്ടും. ആള് സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് നമ്മുടെ ആൾക്കാരുടെ മുമ്പിലിരിക്കും. നിങ്ങൾ ലീഫ് വില്ലേജിലെ ഷിനോബികളല്ലേ? എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന്. ആക്ച്വലി നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് പ്രഷറുണ്ട്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ആ നിഞ്ച വാർ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഞങ്ങൾ സാധാരണക്കാർക്ക്
ഈ ഒരു വാർ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പലർക്കും അവരുടെ കൈയും കാലും ജീവനും ഒക്കെ നഷ്ടപ്പെട്ടു. ജീവൻ ബാക്കിയുള്ളവർക്ക് അവരുടെ കൈയും കാലും ഒക്കെ തിരികെ കിട്ടാനായി റീജനറേഷൻ അതെങ്ങനെയെങ്കിലും നടപ്പാക്കാനാണ് ഞാനും എൻ്റെ സ്റ്റാഫുകളും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇങ്ങനൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. റിസർച്ചുകളെല്ലാം ഭംഗിയായിട്ട് പോകുന്ന സമയത്താണ് ആ അനാട്ട ടീം അവര് ഞങ്ങൾക്ക് നഷ്ടമായത്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പൊ അദ്ദേഹം ആണെങ്കിൽ ആ റിസർച്ച് സെന്റർ ഉണ്ടായിരുന്ന കറക്റ്റ് സ്ഥലം കാണിച്ചു കൊടുക്കും. 10 ദിവസമായിട്ട് ഞങ്ങളിവിടെ അന്വേഷിക്കുകയാണ്. മരിച്ചുപോയ ഒരുപാട് പേരുടെ ജഡം ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ ആ ചീഫ് ഡോക്ടർ അദ്ദേഹത്തിന്റെ മാത്രം ഫുട് പ്രിന്റ് ഞങ്ങൾക്ക് ഇവിടുന്ന് കണ്ടെത്താനായിട്ടില്ല. ഓൾറെഡി 4 പോയിന്റ്സിൽ ഞങ്ങൾ ചെക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പോയിന്റ് മാത്രമേ ബാക്കിയുള്ളൂ പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെയും കൂട്ടി വലിയൊരു ഗുഹയുടെ അടുത്തേക്ക് വരും. അവരോരോരുത്തരും ഇപ്പൊ ഗുഹയുടെ ഓരോ ഭാഗത്തേക്ക് നടക്കും. ബൊറൂട്ടോ കുറച്ചു നേരം മുൻപോട്ട് നടക്കുമ്പോ അവൻ എന്തിനോ തട്ടി തെറിച്ചു വീഴും. ആ ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വരികയാണ്. അവനത് എന്താണെന്ന് നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ആരുടെയോ ശബ്ദം കേൾക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ഡോക്ടർ അനാട്ടോ. നമ്മുടെ ആൾക്കാർ സർപ്രൈസ്ഡ് ആയിട്ട്, മിസ്റ്റർ അനാട്ടോ, ഇത് നിങ്ങളാണോ? നിങ്ങളുടെ വൈഫ് മിയയാണ് ഞങ്ങൾ ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഉടനെ അനാട്ടോ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ മുരച്ചു നിൽക്കും. അവന്റെ ഫേസും ബോഡി ലാംഗ്വേജും ഒക്കെ ഇപ്പൊ ഒരുപാട് ചേഞ്ച് ആയിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് അവനങ്ങനെ ചാടി എഴുന്നേറ്റ് നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.